ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനിയതി റെസിപ്പീസ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എലിശ്ശേരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സദ്യയിലെ ടേസ്റ്റി ആയിട്ടുള്ള എലിശ്ശേരി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനൊരു ഗ്ലാസ് വൻപയറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതൊന്ന് കുതിർന്ന് കിട്ടാൻ. അപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിർക്കാൻ വെക്കണം. രാത്രിയൊക്കെ വിടുകയാണെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് കറി വയ്ക്കാം. നല്ലോണം പഴുത്തൊരു മത്തങ്ങയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പകുതി കഷ്ണമാണ് എടുക്കണുള്ളൂ. അപ്പോൾ പയർ ഞാൻ കുതിർത്ത് വെച്ചത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതേ നല്ലോണം പൊട്ടണൊക്കെ ഉണ്ട് പിടിക്കുമ്പോൾ തന്നെ. ഞാൻ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ പയറിനായിട്ട് ജസ്റ്റ് ഒന്ന് മുകളിൽ നിൽക്കുന്ന വിധത്തിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഞാനൊരു വിസിൽ വരുന്ന വരെയാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഞാനൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് മത്തങ്ങ വേവിക്കാൻ. അപ്പോൾ അതിലേക്ക് നുറുക്കി വെച്ച മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേവിക്കാൻ ആവശ്യത്തിന് മാത്രം അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചൊന്ന് വേവിച്ചെടുക്കാം. അന്നേരം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ഭാഗം ഞാൻ ഒന്ന് അരച്ചെടുക്കാനും പകുതി ഭാഗം വറുത്തെടുക്കാനുമാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് പകുതി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം നമ്മൾ വറുത്തെടുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് വറുത്തിടാനാണ്. ഇനി അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നാളികേര ഇട്ടതിലേക്ക് ഞാനൊരു 3/4 സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുകയാണ്, ചെറിയ ജീരകം. ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യത്തിന് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്ക് മത്തങ്ങ വെന്തൊന്ന് നോക്കാം. മത്തങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഒരു വിസിൽ അടിച്ചപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. പ്രഷറൊക്കെ പോയ ശേഷം അതിലത്തെ പയർ ഞാൻ ഈ മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ജീരകം നാളികേരം കൂടി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഉപ്പ് ഉണ്ടോ നോക്കാം. നമ്മൾ 2 പ്രാവശ്യം ഉപ്പ് ചേർത്തായിരുന്നു. ഇനിയിപ്പോൾ ഒരു ചെറുതായിട്ടൊരു ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർക്കുക. ഇനി ഇപ്പോൾ അതിലിരുന്ന് ഒന്ന് തിളച്ച് വന്ന ശേഷം ഞാനൊന്ന് മാറ്റി വയ്ക്കണം. ഇനി അതിൽ ചട്ടിയിലിരുന്ന് തന്നെ, അല്ലെങ്കിൽ പാത്രത്തിലാണ് നിങ്ങൾ വെച്ചാൽ അതിലിരുന്ന് വറ്റി കിട്ടും. അപ്പോൾ ആവശ്യത്തിന് വെള്ളമുള്ളൂ. അപ്പോൾ ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം നമ്മുടെ നാടൻ കറികൾക്ക്. ഇനി അതിലേക്ക് ഒരു സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വറുത്തിടാനും കൂടിയുള്ള വെളിച്ചെണ്ണ വേണം. അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം, നമ്മൾ നാളികേരം കൂടി വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണോളം ഉഴുന്നും പരിപ്പ്, 2 വറ്റൽമുളകും കഷ്ണാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു 3 തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 8-10 ചെറുള്ളി നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുള്ളി കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് വറുത്തിടുമ്പോൾ. ഇനി അതിലേക്ക് ഞാൻ ബാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ വറുത്തിടുന്നതിലാണ് ഈ എലിശ്ശേരിക്ക് ടേസ്റ്റ് വരുന്നത്. അതാണ് ഈ വറുത്തെലിശ്ശേരി എന്ന് പറയണേ. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിക്കാലും കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ നീങ്ങി നിൽക്കണം, ഡ്രൈ ആക്കി എടുക്കരുത്. അപ്പോൾ നമ്മുടെ വറവ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് എലിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ എലിശ്ശേരിയിലേക്ക് നമ്മൾ ഈ വറവും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. അതുമാതിരി നമ്മൾ ചെറുള്ളി ഒരു 8-10 ചെറുള്ളി നുറുക്കി നമ്മുടെ ഈ നാളികേരത്തിൻ്റെ കൂടെ ഒന്ന് വറുത്തിടുമ്പോൾ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓണത്തിന് വിഷുവിന് സദ്യക്ക് എങ്ങനെയായാലും നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള എലിശ്ശേരി തയ്യാറാക്കിയിരിക്കുന്നു.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.